മുടിയുള്ള കണ്ണാനഴകുള്ള നീലമിഴിയുള്ള പെണ്ണിന് ശൃംഗാരി എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ ഈ അടുത്തപ്പോഴാണ്. പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ ജയിലിൽ നിന്ന് പരീക്ഷ എഴുതിയതിനെ കുറിച്ചാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന പഠനം തുടരുകയായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പരീക്ഷ എഴുതിയത്. മാലുവ വർഗീസ് പോൾ നമുക്കൊപ്പം. മാലുവ വർഗീസ് പോൾ, ജീവിതത്തിൽ തന്നെ കടുത്ത ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഗ്രീഷ്മ എന്ന് വേണം മനസ്സിലാക്കാൻ. അന്ന് ചെയ്ത തെറ്റിൽ പശ്ചാത്താപമുണ്ടോ? പ്രത്യേകിച്ചും അവരെ വിശ്വസിച്ച ഒരാളെയാണ് അവർ മരണത്തിന്റെ വഴിയെ തള്ളിവിട്ടത് മനഃപൂർവ്വം. അപ്പോൾ ഈ പരീക്ഷ എഴുതാനൊക്കെ ഗ്രീഷ്മ എത്തുമ്പോൾ അവരുടെ ഒരു മാനസിക അവസ്ഥ എങ്ങനെയാണ്? കൂട്ടുകാരെ, ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടല്ലോ. ഗ്രീഷ്മ ഷാരോൺ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ ജയിലിനുള്ളിൽ നിന്ന് 2ാം വർഷം MA പരീക്ഷ എഴുതിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സെൻസേഷണൽ വാർത്ത, അതായത് കൂടത്തായി കേസിലെ സൈനൈഡ് കൊടുത്ത് സ്വന്തം കുടുംബത്തിന് 6 പേരെ കൊന്ന ഒരു ജോളിയുണ്ടല്ലോ, അവരും കോടതി വരാന്തയിൽ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് പോലീസുകാരുടെ തമാശയൊക്കെ പറഞ്ഞ് വായ പൊത്തി ചിരിച്ചിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച, അത് ഓർക്കാത്തവരാരും കാണത്തില്ല. ലുക്കിൽ പോലീസുകാരോടൊപ്പമുള്ള സെലിബ്രിറ്റിയെ കണ്ടു ഞെട്ടി സോഷ്യൽ മീഡിയ. 6 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിച്ച സ്ത്രീയല്ല ഇത്. അതെ, ജോളി ജോസ്. UK പോയിട്ട് തിരിച്ചു വരുന്ന അമ്മായിയല്ല. നമ്മുടെ ജയിൽ നിയമങ്ങൾ മാറേണ്ട കാലം കഴിഞ്ഞു. ഭക്ഷണ രീതികൾ, ജോലി രീതികൾ, വിദേശ ടൂർ കഴിഞ്ഞു തിരിച്ചെത്തിയതാണോ? കണ്ടാൽ ആരായാലും സമയത്തിന് ഭക്ഷണം, കൂടാതെ ദിവസം 650 രൂപ വേതനവും. ജോലി ഭാരമില്ല, വായ്പ കുടിശ്ശികയോ ബാങ്ക് ജപ്തിയോ പേടിക്കേണ്ട. ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും. പുറത്തുള്ള ജീവിതത്തെക്കാൾ സുഖകരമാണ് അകത്തെ ജീവിതം എന്നൊരു തോന്നൽ ഉണ്ടായാൽ ഒരു മാസം ജയിലിൽ പോയി വന്ന് സ്പാ ഫീൽ നേടാം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിലും ജയിൽ ചട്ടങ്ങളിലും ഒരു പുനഃപരിശോധന അത്യാവശ്യം. അധികാരികൾ കണ്ണു തുറക്കുക. ജയിൽ ശിക്ഷ കുറ്റവാളികൾക്ക് ഭയമാകണം, അല്ലാതെ ആഡംബര റീചാർജ് ക്യാമ്പ് ആകരുത്. സ്വന്തം കുടുംബത്തിലെ 6 പേർക്ക് വിഷം കൊടുത്തു കൊന്ന കേസിൽ പ്രതിപ്പട്ടികയിലുള്ള ആൾ കോടതിയിലേക്ക് വരുന്നത് കണ്ട പ്രണയം നടിച്ച കാമുകനായ ഷാരോണിന് വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിലാണ് ഗ്രീഷ്മ ഇപ്പോൾ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത്. അട്ടക്കുളങ്ങര ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. അട്ടക്കുളങ്ങര ജയിലിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബിരുദാനന്തര ബിരുദം അവസാന വർഷം പരീക്ഷ ജൂൺ ജൂലൈ മാസങ്ങളിൽ അട്ടക്കുളങ്ങര ജയിലിനുള്ളിൽ തന്നെ വച്ച് എഴുതി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു പ്രതി, ആ പ്രതിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വധശിക്ഷ കാത്തു കഴിഞ്ഞപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കൗതുകപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ എല്ലാ പ്രതികൾക്കും അത്തരത്തിലുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ല. എല്ലാ പ്രതികൾക്കും അവർക്ക് ആഗ്രഹമുള്ളത് പഠിക്കാൻ. പ്രത്യേകിച്ച് ഗ്രീഷ്മയുടെ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ചോര തിളച്ചു പോകും അല്ലെ. എന്ത് നാടകമാണിത്, അല്ലെങ്കിൽ ഇവർക്കൊന്നും യാതൊരു കുറ്റബോധമില്ല എന്നൊരു നമുക്ക് തോന്നി. അതായത് കൊലപാതകം നടത്തി ജയിലിൽ പോയാലും അവിടെ ഇരുന്ന് പരീക്ഷ എഴുതി പുതിയ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ ഇവർക്ക് ആറാടാൻ ഒക്കുമോ? സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനസിക സമ്മർദ്ദം തന്നെയാണ് ഇത്തരം കാഴ്ചകൾ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ജയിൽവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊടും ക്രിമിനലുകൾക്ക് എന്തിനാണ് ഇത്രയധികം ഇളവുകളും അതുപോലെ അവകാശങ്ങളും ഒക്കെ കൊടുക്കുന്നത്? എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് പരിശോധിക്കാം കേട്ടോ. യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇവന്മാരെ ഒക്കെ ജയിലിൽ അടിച്ച് അങ്ങനെ പട്ടിണിക്ക് ഇടണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ആധുനിക നിയമവ്യവസ്ഥ അത് ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. ഒരാൾ തെറ്റ് ചെയ്താൽ അവരോട് പ്രതികാരം ചെയ്യുക എന്നതല്ല ഇവിടത്തെ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പകരം അവരെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക, നല്ല പൗരന്മാരാക്കി മാറ്റുക, അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമാണ് എടുത്തു കളയുന്നത്. ബാക്കി സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ കുറെ മനുഷ്യാവകാശങ്ങളും അവർക്ക് കൊടുക്കണമെന്ന് നമ്മുടെ നിയമം പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനുമുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജയിലിനുള്ളിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവർക്കൊന്നും വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ലല്ലോ കൊലപാതകങ്ങൾ ചെയ്യാൻ തോന്നിയത്. സ്വന്തം സ്വാർത്ഥതയ്ക്കും അതുപോലെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് മനുഷ്യരെ കൊന്നുകളഞ്ഞ ക്രൂരന്മാർ. ഇനി ഇവരിതൊക്കെ പഠിച്ചിട്ട് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. പക്ഷെ ഇവിടെ നിയമം പറയുന്നത് വേറൊരു കാര്യമാണ്. നാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പഴയ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ തൊഴിലോ വേണം. ജയിലിനുള്ളിൽ തന്നെ കഠിന ജോലികൾ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ നല്ലൊരു തുകയുമായിട്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വസ്ത്രം, മികച്ച ആരോഗ്യ സംരക്ഷണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ പിന്നെ ഇവർക്ക് ജയിലിൽ ഒരു ശിക്ഷയായി എവിടെയാണ് അനുഭവപ്പെടുന്നതല്ലേ? അതൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ പഠനം മാത്രമല്ല കേട്ടോ, ഇതിനുപരി വേറെയും അവകാശങ്ങൾ ഇവർക്കുണ്ട്. അതായത് പണമില്ലാത്തവർക്ക് സൗജന്യ നിയമസഹായം, ആവശ്യ സമയങ്ങളിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സൗകര്യം, പിന്നെ കുടുംബവുമായിട്ട് സംസാരിക്കാനും കത്തുകളും ഫോൺ വിളികളും അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പരോള്, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പുറത്തുള്ള പല സാധാരണക്കാരെക്കാളും സുരക്ഷിതരാണ് ഇവർ ജയിലിനുള്ളിൽ നിന്ന് തോന്നിപ്പോയാൽ പോലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ചെന്താമരയൊക്കെ കോടതിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നെ പുറത്തിറങ്ങിയാൽ ഞാൻ വീണ്ടും കൊല്ലുമെന്നും. അങ്ങനെയുള്ള കൊടും കുറ്റവാളികളിൽ നമ്മൾ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തായാലും ഇവരുടെ ഈ ഒരു ആറാട്ടം കാണുമ്പോൾ ഇവിടുത്തെ നിയമം ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നം സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പൊ കൂട്ടുകാരെ, ഒരു കുറ്റവാളിയെ തിരുത്തുക എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് ആണെങ്കിൽ പോലും ഇരകളായവരുടെ കുടുംബത്തിന്റെ അവസ്ഥയും
നമ്മുടെ സമൂഹത്തിന്റെ മാനസികാവസ്ഥയും ഒന്ന് ആരും ചിന്തിക്കാറില്ല. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള പരിഗണനകൾ നൽകുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.